ഇതാണ് ഞങ്ങളുടെ ലൂക്ക. ഇവൻ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 25 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഇവൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഇവൻ്റെ അച്ഛനും അമ്മയുമൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ അന്ന് തൃശ്ശൂരിൽ നിന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഞങ്ങൾ മലപ്പുറത്താണ്, മലപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലോങ് ജേണിയിൽ വന്നിരുന്നു. അന്ന് അവൻ വളരെ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഇന്ന് അവൻ്റെ ആദ്യത്തെ ലോങ് യാത്രയാണ് നമ്മുടെ കൂടെ. നമ്മളിവിടെ പരിസരങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ട് എന്നല്ലാതെ, അത് അവൻ്റെ വാക്സിനേഷൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടെന്നല്ലാതെ അവൻ്റെ ആദ്യത്തെ ലോങ് ജേണിയാണ്. ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോകുന്നു. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഏകദേശം 1.5 hours ജേണി ഉണ്ട്. അപ്പോൾ ഇവനെങ്ങനെ ഇത് മാനേജ് ചെയ്യും, അവൻ്റെ സൂസു പരിപാടികളൊക്കെ വണ്ടിക്കകത്ത് ചെയ്യുമോ എന്നത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് സംശയമുണ്ട്. കാരണം ആദ്യമായിട്ട് പോവാണ്. പക്ഷേ അവൻ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഉറക്കമായി മടിയിൽ കിടന്ന് വളരെ സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ചെറിയ പുത്രൻ സായിൻ എന്ന മനു, അവൻ വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവൻ്റെ അതുപോലെ തന്നെയാണ്. ഉറക്കം, വണ്ടിക്കകത്ത് കയറിയാൽ ഉറങ്ങുക എന്നതാണ് അവൻ്റെ രീതി. അപ്പോൾ അവനും അങ്ങനെ പുറകെ കിടന്നുറങ്ങുന്നു. ഇവനും നല്ല സുഖസുന്ദരമായ ഉറക്കത്തിലാണ്. മൂത്ത മോനായ ഋതിക്കാണ് വണ്ടി ഓടിക്കുന്നത്. അവൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ്, വളരെ ശ്രദ്ധാലുവായിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു പ്രതിഭാശാലിയാണ് അദ്ദേഹം. പിന്നെ ഭാര്യ ഫുൾ ടൈം ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയും വല്ലപ്പോഴും ഒക്കെ ചിരിക്കുന്ന ഞാനും, ഫുൾ ടൈം വണ്ടിയിൽ കയറിയാൽ ഫുൾ ടൈം ഉറങ്ങുന്ന സായിനും. ഇതാണ് അപ്പം നമ്മുടെ ആ കൂട്ടത്തിലേക്ക് സായിന് അതുപോലെ തന്നെ ഇതാകണ്ടേ. ഇവൻ ഒരുറക്കം കഴിഞ്ഞ് അവൻ എണീറ്റ ശേഷമുള്ള അവൻ്റെ പരാക്രമങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ യാത്ര എങ്ങനെയായിരിക്കും, അപ്പോൾ ലൂക്കയുടെ ഫസ്റ്റ് യാത്ര എങ്ങനെയായിരിക്കുമെന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ അല്പം ഉറക്കവും പിന്നെ അവൻ്റെ ചില കുസൃതികളും ഇതുപോലുള്ള കുറച്ച് കലാപരിപാടികളും ഒക്കെയായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾക്ക് ഈ യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ ഒരു അല്പസമയം അവൻ ഉറങ്ങണം. AC-യുടെ ഗ്രിൽസ് അവൻ്റെ നേരെ തിരിച്ചു വെച്ചാൽ മാത്രം മതി, അവൻ സുന്ദരമായിട്ട് ഉറങ്ങും. പക്ഷേ ഉറക്കം കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കലാപരിപാടികളുമായി എന്തായാലും ഫുൾ ആക്റ്റീവായിരുന്നു. പിന്നെ അവനങ്ങനെ സൂസു കാര്യങ്ങളൊന്നും, വീട്ടിലൊക്കെ ഫുൾ ടൈം നിൽക്കുന്ന സമയത്ത് മൂത്തൊഴിക്കുന്ന അവന് അതൊന്നും വേണ്ടി വന്നില്ല. എന്തായാലും എല്ലാം ശുഭകരമായി